അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബഹുമാന്യരായ എൻ്റെ ജ്യേഷ്ഠന്മാരെ, ജ്യേഷ്ഠത്തിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് പറയാനാണ്, ലക്ഷ്യത്തെക്കുറിച്ച് പറയാനാണ് നമുക്ക് 15 മിനിറ്റ് അനുവദിച്ചിട്ടുള്ളത്. ജീവിതം അത് നിസ്സാരമാണ്. ഒരു മരച്ചുവട്ടിൽ നമ്മൾ വിശ്രമിക്കുന്ന ഒരു സമയമാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. ഒരു സമുദ്രത്തിൽ ഒരു വിരൽ മുക്കിയിട്ട് ആ വിരലിൻ്റെ അറ്റത്ത് അവശേഷിച്ച ഒരു തുള്ളി വെള്ളമാണ് ഈ ലോകവുമായി നമുക്ക് ബന്ധപ്പെടുത്തി തന്നിട്ടുള്ളത്. ബാക്കിയുള്ള കടലിലെ വെള്ളം മുഴുവനും പാരത്രികമായ ജീവിതത്തെ അടിസ്ഥാനമാക്കിയാണ്. നാം ആണ് തീരുമാനിക്കേണ്ടത് ഈ ശിഷ്ടകാലത്തെ ധന്യമാക്കണോ വേണ്ടയോ എന്ന്. നാം അത് ധന്യമാക്കുമ്പോഴാണ് നമ്മൾ നല്ല ഒരു പ്രൊഫഷണൽ സ്റ്റുഡൻ്റ് ആവുക. പ്രൊഫഷണൽ കാലയളവിലെ പഠനത്തിൽ നമ്മളത് ഉപയോഗപ്പെടുത്തുമ്പോഴാണ് നമ്മൾ നല്ല ഒരു പ്രൊഫഷണൽ ആവുക. ഇതുപോലെ ഈ ലോകത്ത് നമുക്ക് തന്ന അവസരത്തെ നമ്മൾ പൂർണ്ണമായും ഉപയോഗിക്കണം. ദീർഘായുസ് എന്ന് പറയുന്നത് നമ്മളുടെ ആയുസ്സിനെ ദീർഘമായി ഉപയോഗിക്കുമ്പോഴാണ്. ദീർഘമായ ലോകം ഏതാണ് എന്ന് നമ്മൾ തന്നെ കാണുക. ഉറങ്ങുന്നു ഉണരുന്നു, ഉറങ്ങുന്നു ഉണരുന്നു. 60 70 കൊല്ലം ജീവിക്കുമ്പോൾ അതിൽ 30 കൊല്ലം നമ്മൾ ഉറങ്ങുകയാണ്, ബാക്കിയുള്ള 30 കൊല്ലമാണ്. ദീർഘമായ ഒരു ലോകത്തെ, ജീവിതത്തെ നമ്മൾ കാണുന്നത് പിന്നീടുള്ള ഒരു ജീവിതത്തെയാണ്. എപ്പോഴാണ് ഇത് പൂർണ്ണമാവുക? വഫാത്ത് എന്നാണ് ഖുർആൻ പ്രയോഗിച്ചത്. പൂർണ്ണത എന്നത് നമ്മളുടെ ജീവിതം ഈ ലോകത്ത് അവസാനിക്കുകയും മറ്റൊരു ലോകത്ത് ആരംഭിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതം പൂർണ്ണമാവുന്നത്. അത് ഈ ഇരിക്കുന്ന നമുക്കും നിൽക്കുന്ന എനിക്കും ബോധ്യപ്പെട്ടാൽ മാത്രമാണ് നമുക്ക് ഈ ചിന്ത കൊണ്ട് ഉപകാരമുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്വയം ബോധ്യപ്പെടുകയും നമ്മൾ ഒരാളെ ഇത് ബോധ്യപ്പെടുത്തേണ്ടതുമുണ്ട്. ഞാൻ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിന് റബ്ബേ എൻ്റെ ലക്ഷ്യം ഇന്നതാണ്, എനിക്ക് വിജയം വരിക്കണം, അങ്ങനെയുള്ള ഒരു ജീവിതത്തെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണക്കാക്കുന്നത് എന്ന് അള്ളാഹുവിനെ നമ്മൾ ബോധ്യപ്പെടുത്തുകയും വേണം. എന്തുകൊണ്ടാണ് അവനെയാണ് ബോധ്യപ്പെടുത്തേണ്ടത്? വഹുവല്ലദീ യബ്ദഉൽ ഖൽഖ സുമ്മ യുഈദുഹു വഹുവ അഹ്വനു അലൈഹി. അള്ളാഹുവാണ് നമ്മളുടെ സൃഷ്ടിപ്പ് തുടങ്ങിയത്. അവൻ്റെ അടുക്കൽ തന്നെയാണ് നമ്മൾ മടങ്ങിച്ചെല്ലുന്നതും. അവൻ്റെ അടുക്കൽ ഈ ഒരു ജീവിതത്തെ നമുക്ക് തരുന്നത് വളരെ നിസ്സാരമായ ഒരു കാര്യമാണ്. അള്ളാഹുവിന് ബുദ്ധിമുട്ടില്ല എന്ന്. നമ്മൾ ആരുടെ നിയന്ത്രണത്തിലാണ്? എൻ്റെ ആത്മാവ്, എൻ്റെ ജീവൻ എന്ന് ഞാൻ പറയുമ്പോഴും അത് പോകാൻ എൻ്റെ അനുവാദം ചോദിക്കുന്നില്ല. എൻ്റെ ശരീരം, എൻ്റെ അസ്ഥി, എൻ്റെ ഹൃദയത്തിൻ്റെ സ്പന്ദനം, എൻ്റെ ചെവിയുടെ കേൾവിയുടെ ഹേർട്സുകളുടെ അതിൻ്റെ പരിധി, കണ്ണിൻ്റെ കാഴ്ച, ഇതൊക്കെ നിർണയിച്ച് തന്നിട്ടുള്ളത് ഏകനായ ഒരു സൃഷ്ടാവാണ്. അവനെയാണ് നമ്മൾ ബോധ്യപ്പെടുത്തുന്നത്. നമ്മളുടെ ജനനവും നമ്മുടെ ജീവിതവും നമ്മുടെ മരണവും നമ്മൾക്ക് കിട്ടി എന്നതേ ഉള്ളൂ, നമുക്കതിൽ പ്രത്യേകിച്ചൊന്നും അറിയുന്നില്ല. അല്ലാഹുല്ലദീ ഖലഖക്കും സുമ്മ റസഖക്കും സുമ്മ യുമീതുക്കും സുമ്മ യുഹ്യീക്കും. അള്ളാഹുവാണ് നമ്മളെ സൃഷ്ടിച്ചത്, അവനാണ് നമുക്ക് അന്നം തന്നത്, അവനാണ് നമ്മളെ മരിപ്പിക്കുന്നത്. അവൻ്റെ അടുക്കലേക്കാണ് നമ്മൾ ചെന്ന് വീണ്ടും നമ്മൾ പുനർജനിക്കുന്നത്. അതുകൊണ്ട് നമ്മളുടെ ഉടമസ്ഥൻ അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെ ഈ ലോകത്തെ ജീവിതം ഒരു നാൾ കൂടുമാറേണ്ടി വരുമ്പോൾ, ഒരു പ്രൊഫഷണൽ സ്റ്റുഡൻറ്റ് ബിഫാമിന് പഠിക്കുന്ന, മുക്കത്ത് പഠിക്കുന്ന ഒരു കുട്ടി ഇന്നലെ ഒരു ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു. അള്ളാഹു ആ സഹോദരിക്ക്
സ്വർഗം നൽകുമാറാകട്ടെ. ആ ഒരു തിരിച്ചുള്ള യാത്ര അപ്രതീക്ഷിതമാണ്. എന്താണ് മരണം? ഒരു ദുരന്തമല്ല, നമുക്കൊരു കൂടുമാറ്റം പോലെയാണ്. ഈ ഇരിക്കുന്ന നിങ്ങളും ഈ നിൽക്കുന്ന ഞാനും ഒരു നാൾ വിടവാങ്ങേണ്ടവരാണ്. കുല്ലുമൻ അലൈഹാ ഫാൻ, എല്ലാ മനുഷ്യരും എല്ലാ ജീവികളും ഈ ലോകത്ത് നിന്ന് യാത്രയാകും. അത് മരണം സംഭവിക്കുകയല്ല, നമ്മളെ കൊണ്ടുപോവുകയാണ്, നമ്മൾ പോവുകയല്ല. മരിച്ചുപോയി എന്നാണ് പറയുന്നതെങ്കിലും ഖുൽ യതവഫാകും മലക്കുൽ മൗത്തില്ലതി വുക്കില ബിക്കും സുമ്മ ഇലാ റബ്ബിക്കും തുർജഊൻ. അള്ളാഹുവിൻ്റെ മലക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. കൊണ്ടുപോകുന്നത് ഒരു ഇടത്തേക്കാണ്. മരണം ഒരു ആസ്വാദനമുണ്ട്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, ഏതൊരാത്മാവും മരണം രുചിക്കും എന്നാണ്. ആ രുചി നല്ലതാവട്ടെ എന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നലിൽ മൗത്തി സക്കറാത്ത്, ഒരു ആത്മാവിൻ്റെ മരണത്തിന് വേദന തന്നെ അനുഭവിക്കുന്നതാണ്. മരണത്തെ രണ്ട് രൂപത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും രണ്ട് തരത്തിലുള്ള മരണമുണ്ട്. അല്ലാഹുവിൻ്റെ മലക്കുകൾ അല്ലദീന തതവഫാഹുമുൽ മലായികത്തു ത്വയ്യിബീൻ യഖൂലൂന സലാമുൻ അലൈക്കും, നമ്മളുടെ അടുക്കൽ വന്ന് അള്ളാഹുവിൻ്റെ മലക്ക് വന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ ആത്മാവിനെ എടുത്തുകൊണ്ടുപോകുന്ന മരണം. വലൗ തറാ ഇദ് യതവഫല്ലദീന കഫറു അൽ മലായിക യദ്രിബൂന വുജൂഹകും വഅദ്ബാറകും ഫദൂഖു അദാബൽ ഹരീഖ്, നമ്മുടെ സമീപം വന്നുകൊണ്ട് നമ്മളുടെ പുറത്തും നമ്മളുടെ തലയിലും മുന്നിലും നെഞ്ഞിലും അടിച്ചുകൊണ്ട് നമ്മളുടെ ശരീരത്തിലെ നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ആത്മാവിനെ വലിച്ചു കൊണ്ടുപോകുന്ന ഫദൂഖു അദാബൽ ഹരീഖ്, നിങ്ങൾ ആ വേദനാജനകമായ വേദനയെ നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക എന്ന് പറയുന്ന രണ്ടാമത്തെ മരണം. വമാ തദ്രി നഫ്സും ബി അയ്യി അർളിൻ തമൂത്ത്, കോളേജിൽ വെച്ചാകാം, ഹോസ്റ്റലിൽ വെച്ചാകാം, യാത്രക്കിടയിലാകാം, ഉറങ്ങുമ്പോഴാകാം, എവിടെ വെച്ചാണെന്ന് ഒരാത്മാവിനും ഒരു മനുഷ്യനും അറിയാത്ത ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ, ഒരു പ്രതിഭാസം നടക്കാനിരിക്കുകയാണ്. നമ്മൾ അങ്ങോട്ട് തരഞ്ഞു പോകേണ്ടതില്ല. ഖുൽ ഇന്നൽ മൗത്തല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും, നിങ്ങളുടെ ശരീരത്തിൽ, നമ്മുടെ ശരീരത്തിൽ ആത്മാവും നമ്മുടെ ശരീരവും വേർപ്പെടുന്ന ആ മരണം നിങ്ങൾ അതിൻ്റെ അടുക്കലേക്ക് ചെന്നില്ലെങ്കിലും നിങ്ങളെ അത് വന്നെത്തി കണ്ടുമുട്ടും എന്നാണ്. ഇന്നും ഇന്നലെയും മിനിഞ്ഞാന്നുമായി നമ്മുടെ പ്രായത്തിലുള്ള പലരും ലോകത്തു നിന്ന് വിടവാങ്ങിക്കൊണ്ടിരിക്കുന്നു. ആസ്വാദനത്തെ കട്ട് ചെയ്തുകൊണ്ട് കടന്നു വരുന്ന ആ മരണത്തെ നമ്മൾ കേവലം ഒരു പ്രതിഭാസമായി, ഒരു രാസപ്രവർത്തനമായോ അല്ല കാണുന്നത്. ഒരു വലിയ വിടവാങ്ങലും അതോടൊപ്പം തന്നെ നമുക്കൊരു കൂടുമാറ്റവുമാണ്. ഇദാ ഖുംത ഫീ സ്വലാത്തിക് ഫസ്വല്ലി സ്വലാത്ത മുവദ്ദഇൻ, പ്രവാചകരെ, ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു അവസരത്തെക്കുറിച്ച് ഞങ്ങൾ ഓർമ്മ വരുന്നുവെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യണം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓരോ വക്ത് നിസ്കരിക്കുമ്പോഴും എൻ്റെ അവസാനത്തെ നിസ്കാരമാണ് ഇത് എന്ന് ഓർത്തുകൊണ്ട് ആരാധന ചെയ്യുക. എനിക്കും നമുക്കും പറയാനുള്ളത് അത് തന്നെയാണ്. കല്ലാ ഇദാ ബലഗത്തി തറാഖിയ വഖീല മൻ റാഖ് വളന്ന അന്നഹുൽ ഫിറാഖ്, അല്ലാഹുവിൻ്റെ മലക്ക് വന്നുകൊണ്ട് എന്നെ പിടിക്കുമ്പോൾ എൻ്റെ കാൽമുട്ടുകൾ വിറക്കും, കാൽമുട്ടുകൾ തമ്മിൽ അടിക്കാൻ തുടങ്ങും. ഞാൻ ഓർത്തിട്ടോ ആഗ്രഹിച്ചിട്ടോ ഇഷ്ടപ്പെട്ടിട്ടോ അല്ല. ബൽ തഫത്തിസ്സാഖു ബിസ്സാഖ് ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്, ഞാൻ ചോദിക്കും എന്താണ് എനിക്ക് സംഭവിക്കുന്നത്? അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് എന്നെ തിരിച്ചു കൊണ്ടുപോവുകയാണ്. മടക്കം ഞാൻ പൂതി വെക്കുന്ന ഒരു സമയത്തല്ല. ഹത്താ ഇദാ ജാഅ അഹദുകുമുൽ മൗത്ത് ഖാല റബ്ബിർജിഊനി, എന്നെ കൊണ്ടുപോകുന്ന മലക്കിനോട് ഞാൻ പറയും, എന്നെ ഒന്ന് തിരിച്ചെൻ്റെ നാട്ടിലേക്ക് തന്നെ തരാൻ. അള്ളാഹു അതിനനുവദിക്കാത്തത് കൊണ്ട് ആ ദൗത്യം അവിടെ നിർവഹിക്കുകയാണ്. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്വാലിഹീൻ, പടച്ച റബ്ബേ, ഞങ്ങൾ ഈ കൂടിയിരിക്കുന്ന പ്രൊഫഷണൽ സ്റ്റുഡൻസുകളാണ്. മാതാപിതാക്കൾ ഞങ്ങളെ പഠിക്കാൻ അയച്ച ക്യാമ്പസുകളിൽ ഞങ്ങൾ നല്ലവരായി ജീവിക്കുന്നു. തവഫനാ മുസ്ലിമീൻ, ഞങ്ങളെ മുസ്ലിമായി മരിപ്പിക്കുകയും വഅൽഹിഖ്നാ ബിസ്വാലിഹീൻ, നല്ലവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നാഥ നീ ഉൾപ്പെടുത്തുകയും ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കണം. നമുക്ക് തടുക്കാനാകാത്ത മരണം കടന്നു വരുമ്പോൾ
നമുക്ക് ആ മരണം നടന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈൽ പള്ളിപ്പറമ്പിലെ മീസാൻ കല്ലും നമ്മൾ അവിടെ നട്ടുപിടിപ്പിച്ചിരിക്കുന്ന കാർഡുകൾ നമ്മളുടെ സ്റ്റാറ്റസുമായി വരുന്ന ഒരു പ്രൊഫൈൽ പിക്ചറായിരിക്കും നമുക്ക് തെളിയുക. ഓർക്കുക, ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഒരു ഭൂഗർഭ പാത്രത്തിലേക്ക് നമ്മൾ കൂടുമാറുകയാണ്. അവിടെ നമുക്ക് കൂട്ടുകാരില്ല, കൂടെ ഇരിക്കാൻ ആരുമില്ല. അവിടെ കഴിഞ്ഞു കൂടുമ്പോൾ ബർസഖിയായ ഒരു ജീവിതമാണ്. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ. എത്ര കാലത്തേക്കാണ്? 5 കൊല്ലത്തേക്കല്ല, 10 കൊല്ലത്തെ കോഴ്സല്ല, PG കോഴ്സല്ല. ലോക അന്ത്യം എന്ന് സംഭവിക്കുന്നുവോ അത്രയും കാലയളവിൽ ഞാൻ ആ ഇരുട്ടറക്കുള്ളിൽ കഴിയണം. അവിടെ എനിക്ക് സ്വർഗത്തിന്റെ പരവതാനി കിട്ടണം. നാഥനാണ് അവിടേക്കുള്ള സുഗന്ധവും അതിലേക്കുള്ള പട്ടും പുതപ്പും നമുക്ക് തരുന്നത്. അള്ളാഹുവിനോട് നമുക്ക് ദുആയിരക്കാം. ശേഷം പാരത്രികമാണ്, ഉണ്ടോ എന്ന് നമ്മൾ സംശയിക്കുന്നില്ല. സംശയിക്കുന്നവരുണ്ടാകാം. മറ്റ് ജീവികളിൽ നിന്ന് നമ്മൾ വ്യത്യസ്തരാണ്, ബുദ്ധിയുള്ളവരാണ്, കഴിവുള്ളവരാണ്. നമ്മളുടെ രക്തം അത് വ്യത്യസ്തമാണ്, നമ്മുടെ മുടി വ്യത്യസ്തമാണ്, നമ്മളുടെ ഗന്ധം അത് വ്യത്യസ്തമാണ്, നമ്മുടെ കൃഷ്ണമണി വ്യത്യസ്തമാണ്, നമ്മളുടെ വിരലിന്റെ അറ്റം വ്യത്യസ്തമാണ്. എന്തുകൊണ്ടാണ് ഒരു ഐഡന്റിറ്റി ഓരോരുത്തർക്കും അള്ളാഹു വേറെ വേറെ തന്നിരിക്കുന്നത്? നമുക്കത് ഒരു കൃത്യമായ പാരത്രിക ലോകത്തേക്കുള്ള ഒരു ഐഡന്റിഫിക്കേഷൻ ആണെന്ന് ഓർക്കുക. മാത്രമല്ല, നമുക്ക് മെമ്മറി നിലനിൽക്കുന്നു. നമ്മുടെ ഗന്ധം ഈ പ്രപഞ്ചത്തിൽ അവശേഷിക്കുന്നുണ്ട്, നമ്മുടെ ശബ്ദം ഈ പ്രപഞ്ചത്തിൽ അവശേഷിച്ചു നിൽക്കുന്നുണ്ട്, നമ്മുടെ മുടിയും എല്ലും നമ്മുടെ മരണശേഷം ചില ഭാഗങ്ങൾ ഈ ഭൂമുഖത്ത് അവശേഷിക്കുന്നതാണ്. എന്തിനാണ് ഇങ്ങനൊരു അവശേഷിപ്പ്? മറ്റൊരു ലോകത്തിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഞാനും നിങ്ങളും എന്നോർക്കുക. നമ്മൾ ഉമ്മയുടെ ഗർഭപാത്രത്തിലായിരുന്നു, അവിടെ നിന്നാണ് കാലുണ്ടായത്. ആ കാലുകൊണ്ട് നടക്കേണ്ടി വന്നിട്ടില്ല. അവിടെ വെച്ചാണ് നമുക്ക് കണ്ണുണ്ടായത്, അവിടെ നമ്മൾ കാണേണ്ടി വന്നിട്ടില്ല. അവിടെ വെച്ചാണ് കാതുണ്ടായത്, അവിടെ നിന്നൊന്നും കേൾക്കാനില്ല. അവിടെ വെച്ചാണ് കൈയുണ്ടായത്, അന്ന് കൈകൊണ്ടൊന്നും ചെയ്തിട്ടില്ല. അത് ഈ ലോകത്തേക്ക് വേണ്ടിയായിരുന്നു. ഈ ലോകത്ത് നമ്മൾ വന്നിരുന്നു കൊണ്ട് ഒരുപാട് സമ്പത്ത് ശേഖരിക്കുകയാണ്, ഒരുപാട് അമലുകൾ ചെയ്യുകയാണ്, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുകയാണ്, ദുഷ്കർമ്മങ്ങൾ മാറ്റിവെക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? നാളത്തൊരു പുതിയ ലോകത്തേക്ക് നമ്മളുടെ മുന്നൊരുക്കങ്ങളാണ്. അർ-റഹ്മാനുർ റഹീം മാലിക് യൗമിദ്ദീൻ, പരമകാരുണികനും കരുണാവാരിധിയുമായ അല്ലാഹു മാലിക് യൗമിദ്ദീൻ ആകുന്നത്. അല്ലാഹു ആ പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥത പൂർത്തീകരിക്കുമ്പോഴാണ് നമ്മളുടെ കാരുണ്യത്തിന്റെ നമുക്ക് കിട്ടുന്ന കാരുണ്യത്തിന്റെ പൂർണ്ണത. നിഷേധികളായ പലരും കൊതിച്ചിട്ടുണ്ട് ഒരു പരമമായ പാരത്രികമായ മറ്റൊരു ലോകം വേണം എന്നുള്ളത്. മരണവും ജീവിതവും ഒരിക്കൽ കണ്ടുമുട്ടിയ കഥ പറഞ്ഞിട്ടുണ്ട്. മരണവും ജീവിതവും തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ മരണം ജീവിതത്തോട് ചോദിച്ചു, എന്നെ എല്ലാവരും വെറുക്കുന്നു, നിന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു, എന്താണ് അതിൻ്റെ കാരണം? അപ്പോൾ പറഞ്ഞു, ജീവിതം എന്ന് പറയുന്നത് സുന്ദരമായ ഒരു നുണയും മരണമെന്ന് പറയുന്നത് ക്രൂരവുമായ ഒരു സത്യവുമാണ്. അത് ചിലപ്പോൾ ഒരു തമാശയായിരിക്കാം, പക്ഷേ ഓർക്കുക, സത്യസന്ധമായ ഒരു ജീവിതം നമുക്ക് കിട്ടുന്നത് പാരത്രികമായ ലോകത്തേക്കാണ്. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ. ഈ നിൽക്കുന്ന ഭൂമി ഒരിക്കൽ കുലുങ്ങുമെന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ അത് വിശ്വസിക്കണം എന്നില്ല. പക്ഷേ കുലുങ്ങിയ ഒരുപാട് രാജ്യങ്ങളുണ്ട്, ഒരുപാട് നാടുകൾ കുലുങ്ങി. വഖാലൽ ഇൻസാനു മാലഹാ, മനുഷ്യൻ ചോദിച്ചു, എന്താണ് ഈ ഭൂമിക്ക് സംഭവിക്കുന്നത്? യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ, ഭൂമി അതിൻ്റെ വർത്തമാനം കൃത്യമായി പറയുന്നു. അള്ളാഹു എനിക്ക് വിവരം തന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുലുങ്ങുന്നത്. നമ്മൾ ഖബർസ്ഥാനിലാണ്, അവിടെ നിന്ന് യഖ്റുജൂന മിനൽ അജ്ദാസി സിറാഅ, വേഗത്തിൽ ഓടി എഴുന്നേറ്റുകൊണ്ട് അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് നമ്മൾ ഓടിച്ചെല്ലുകയാണ്. യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ, ഈ ഖബറിൽ നിന്ന് ഞങ്ങളെ എഴുന്നേൽപ്പിച്ച് വിട്ടതാരാണെന്ന് ഞാനും നിങ്ങളും പരിതപിക്കുമ്പോൾ വിശ്വാസിക്ക് പറയാനുള്ളത്, ഹാദാ മാ വഅദ്ന റഹ്മാൻ വസ്വദഖൽ മുർസലൂൻ, ഇത് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നതും അള്ളാഹുവിൻ്റെ കരാർ പൂർത്തീകരിച്ചതുമാണ്. അങ്ങനത്തെ ഒരു ദിവസം, ഒരു കാലം, ഒരു സമയം നമുക്കുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇന്ന് നമുക്ക് കൂട്ടുകാരുണ്ട്, കുടുംബക്കാരുണ്ട്, ബന്ധുക്കളുണ്ട്. യൗമ ലാ തംലികു നഫ്സുൻ ലിനഫ്സിൻ ശൈആ വൽ അംറു യൗമഇദിൻ ലില്ലാഹ്. ഒരു ആത്മാവിനും മറ്റൊരാത്മാവിന് വേണ്ടി മറ്റൊന്നും ചെയ്യാൻ കഴിയാത്ത, ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിലും
ചെയ്യാൻ കഴിയാത്ത ഒരു ദിവസത്തെ നമുക്ക് വരും. പകരം ഒരു ജാമ്യക്കാരനെ നിർത്താൻ നമുക്ക് തോന്നും, പക്ഷേ അവിടെയില്ല. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി. ഉമ്മയിൽ നിന്ന് മകനും, മകനിൽ നിന്ന് ഉമ്മയും, ഉപ്പയിൽ നിന്നും മക്കളും, മക്കളിൽ നിന്ന് ഉപ്പയും ഓടി അകലുന്ന ദിവസം. എല്ലാവർക്കും അവരവരുടേതായ പ്രശ്നങ്ങളും സങ്കീർണതകളും ചോദ്യങ്ങളും ഉത്തരങ്ങളും പറയാനുള്ള മുന്നൊരുക്കത്തിലാണ്. കൂട്ടം കൂട്ടമായി കടന്നെത്തും ആളുകൾ. എന്താണ് കൂട്ടമാകുന്നത്? നല്ല കാര്യങ്ങൾ ചെയ്ത, നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത, ചീത്ത ചെയ്യാത്ത ക്യാമ്പസുകളിലെ വിശുദ്ധരും വിശുദ്ധരായ വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളുമായ കൂട്ടം അത് നിങ്ങളുടേതാണ്. എന്നാൽ വ്യത്യസ്തമായ തിന്മയായി ജീവിച്ച്, അഴിഞ്ഞാട്ടത്തോടുകൂടി ജീവിച്ച്, ക്യാമ്പസിൽ അടിച്ചു പൊളിച്ച് പടച്ചവനെയും നമ്മളുടെ ധർമ്മത്തെയും കർമ്മത്തെയും ഒക്കെ മറന്നു ജീവിച്ചവരും അവിടെ ഉണ്ടാകാം. ഓർക്കോ, നാളെ കാണാൻ വേണ്ടി, നാളെ പരലോകത്വത്വം. ഇന്ന സഅയക്കും ലശത്ത. പ്രവർത്തനങ്ങൾ വ്യത്യസ്തമാണ്. എന്നാൽ ആരോഗ്യമുള്ളവൻ പോലും മത്തായി പോകുന്ന, ആകെ ടെൻഷനായി വരുന്ന ആ ലോകത്ത് നമുക്ക് കിട്ടണം. വനഹ്ശുറുഹു യൗമൽ ഖിയാമ അലാ വുജൂഹിഹിം ഉംയം വബുകുമം വസുമ്മാ. അന്ധരും ബധിരരും മൂകരുമായി നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ നമുക്ക് നമ്മളുടെ സ്വർഗ പൂങ്കാവനത്തിലേക്ക്, അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ചെല്ലേണ്ടതുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പാൽപ്പുഴ കാണുന്നു. എന്താണ് ആ പാൽപ്പുഴ? അത് ഹൗദൽ കൗസറാണ്. വിശുദ്ധരായി ജീവിച്ച നല്ല വ്യക്തിത്വങ്ങൾക്ക് പാനം ചെയ്യുവാനും ഭക്ഷിക്കുവാനും അതുപോലെ തന്നെ കിടക്കുവാനും ഇരിക്കുവാനും ആനന്ദിക്കുവാനുമുള്ള ഒരു സ്വർഗ പൂങ്കാവനം അള്ളാഹു നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ശരീരം നുരുമ്പുകയും നമ്മളുടെ എല്ല് ഉരുകിപ്പോവുകയും നമ്മളുടെ കണ്ണിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെടുകയും നമ്മളുടെ എന്തിനേറെ പറയുന്നു നമ്മളുടെ ഹാർട്ട് തന്നെ ഉള്ളോട് കൊത്തി വലിക്കുകയും ചെയ്യുന്ന ആ തീനാളങ്ങൾ കൊണ്ട് നമ്മളുടെ ശരീരം നമ്മളുടെ ജീവിതം ആകെ ഞെക്കിപ്പിഴിയുന്ന ആ നരകാഗ്നിയിൽ അകപ്പെടാതിരിക്കാനാണ് നാഥ കൊല്ലത്തിലൊരിക്കൽ ഞങ്ങൾ ഇതുപോലെ ഒരുമിച്ച് കൂടുന്നത്. ക്യാമ്പസുകൾ നല്ലതാണ് എങ്കിലും ഞങ്ങളെ വഴിതെറ്റിക്കുന്ന ആദർശമില്ലാത്ത പിശാച്ച് നാളെ പരലോകത്തൊരാദർശ പ്രസംഗം നടത്തും. ഞാൻ നിങ്ങളെ വിളിച്ചു, നിങ്ങൾ എന്തിനെൻ്റെ കൂടെ പോന്നു? അള്ള നിങ്ങളെ വിളിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് പോന്നില്ല? ഞാൻ ഇന്ന് നിസ്സഹായനാണ്. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും തിന്മ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഇതിൻ്റെ ഉത്തരവാദി. ലൂമു അൻഫുസക്കും, നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തുക. ആ നിരപരാധിത്വം തെളിയിക്കുന്ന ചെകുത്താന്റെ പ്രസംഗത്തിൻ്റെ മുമ്പിൽ നമുക്ക് നിൽക്കേണ്ടി വരരുത്. നാഥ, നിന്നെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഈ കൂട്ടമാകുന്ന ഈ ക്യാമ്പസിലെ സദ്വൃത്തരും സൽസ്വഭാവികളുമായ ഈ കുഞ്ഞു ജ്യേഷ്ഠന്മാരെയും അതുപോലെ തന്നെ ജ്യേഷ്ഠത്തിമാരെയും ഞങ്ങൾ ഉൾക്കൊള്ളുന്ന ഞങ്ങൾക്ക് നാഥ, ഈ പ്രൊഫഷണൽ സ്റ്റുഡൻസ് മീറ്റ് ഒരുക്കിയ കുട്ടികൾക്കും കൂട്ടുകാർക്കും നാഥ, നാളെ നിന്റെ പരലോകത്ത് രക്ഷയും സമാധാനവും നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ റബ്ബേ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.